പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികർ. ഇതിനകത്ത് നമ്മൾ കൽപ്പന ചൗളയെക്കുറിച്ചും സുനിത വില്യംസിനെ കുറിച്ചും രാകേഷ് ശർമ്മയെക്കുറിച്ചും മാത്രമല്ല ഇന്ന് ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അന്ന് ഈ ക്ലാസ്സിനകത്ത് എന്താണ് അപ്പോളോ പ്രോഗ്രാം, ഈ ബഹിരാകാശത്തേക്ക് എത്തുന്ന വനിതകൾ ഓരോ രാജ്യങ്ങളുടെയും, ഇസ്രായേലിൻ്റെ, പാകിസ്ഥാൻ്റെ വനിത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് പറയുന്നുണ്ട്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ചന്ദ്രനിലെ നീൽ ആംസ്ട്രോങ്ങിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിനകത്ത് പറയുന്നുണ്ട്. വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് തന്നെയായിരിക്കും. ആദ്യത്തെ ക്ലാസ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ, ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്, ആദ്യത്തെ ക്ലാസ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാനൽ ഇന്ന് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഈ ഹാജാസ് ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കണ്ടന്റുകൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ പ്രാഥമികമായ ധർമ്മം എന്ന് പറയുന്നത്. ഒരു സന്തോഷ വാർത്ത, മുമ്പ് PSC പരീക്ഷാ കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ചെയ്തു വെച്ചിരുന്ന ഒരു സാധനമാണ് മോർണിംഗ് ടീ. ആ മോർണിംഗ് ടീ വരുന്ന തിങ്കളാഴ്ച മുതൽ വീണ്ടും ആരംഭിക്കുന്നു എന്നത് നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ട്, അതായത് അറിവിൻ്റെ ചായ കുടിച്ചുകൊണ്ട്, ഒരു PSC ചായ കുടിച്ചുകൊണ്ട് ഒരു ദിവസം നമുക്ക് ആരംഭിക്കാം. എൻ്റെ പൊന്നു പിള്ളേരെ, ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉള്ളതെങ്കിലും മുഴുവൻ PSC പരീക്ഷകളിലും ഇതിൽ നടത്തുന്ന ചോദ്യങ്ങൾ സാധാരണഗതിയിൽ വരാറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ക്ലാസ്, ഇതിനോടൊപ്പം തന്നെ നമ്മൾ MEM എന്ന് പറഞ്ഞൊരു സീരീസ് ഓഫ് ക്ലാസ്സസും നമ്മൾ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടുവരിക. MEM എന്ന് പറഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പഠിക്കാനുള്ള ഏറ്റവും അവസാനത്തെ അവസരം, ഏറ്റവും പക്കയായിട്ടുള്ളൊരു അവസരമാണ്. അപ്പോൾ അത് ക്ലാസ് കണ്ടുവരിക, ഇതും കാണുക. നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഫീസ് കുറഞ്ഞ എന്നാൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സെക്രട്ടറി അസിസ്റ്റൻ്റ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമ്പർ 9995027074 എന്നാണ്. 9995027074 എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. എന്നിട്ട് ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ 27074 സെക്രട്ടറി അസിസ്റ്റൻ്റ് ബാച്ചിൻ്റെ ഫീസ് 1999 പ്ലസ് GST ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീസ്. അടയ്ക്കുമ്പോൾ 2269 രൂപ വരും. പ്രിലിംസും മെയിൻസും ഇൻ്റർവ്യൂവും ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ഫീസ് നിങ്ങളിന്ന് വാങ്ങുന്നത്. തിങ്കളാഴ്ച മുതൽ, ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ CPO, WCPO, ഫയർമാൻ, എക്സൈസ്, ഫോറസ്റ്റ് ഓഫീസർ, ഇങ്ങനെയുള്ള ഒരു ബാച്ച് കൂടി നമ്മൾ ആരംഭിക്കുന്ന വിവരം അറിയിക്കുകയാണ്. അതിന് വളരെ ഫീസ് കുറവായിരിക്കും. മൺഡേ ആയിരിക്കും എൻ്റെ ഫീസ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഈ ലിസ്റ്റിൽ നമ്മൾ ആദ്യം ഇന്ന് സംസാരിക്കുന്നത് കൽപ്പന ചൗളയെക്കുറിച്ചാണ്. ഈ ലോകം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ജന്മനാടാണ് എന്ന് പ്രഖ്യാപിച്ച വനിത, ധീരയായ വനിത. ശ്രദ്ധിക്കണം, കൊളംബിയ എന്ന സ്പേസ് ഷട്ടിൽ തകർന്ന് മരണപ്പെടുന്ന ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികയാണ് ആര്? കൽപ്പന ചൗള. അപ്പോൾ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ 1997 ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള. ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പ്രഖ്യാപിച്ചത് കൽപ്പന ചൗള. ശ്രദ്ധിക്കുക, ഹരിയാനയിലെ കർണാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ ജനനം. കൊളംബിയ എന്ന് പറയുന്ന സ്പേസ് ഷട്ടിൽ തകർന്ന് 2003 ഇത് തകരുന്നത്. അപ്പോഴാണ് അവർ മരണമടയുന്നത്. ഓക്കെ, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ, കർണാലാണ് സ്വദേശം, പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ്. കൊളംബിയ എന്ന് പറയുന്ന സ്പേസ് ഷട്ടിൽ തകർന്നാണ് അവർ മരണമടയുന്നത്. ഓക്കെ. ഇനി ഈ ഒരു സ്പേസ് ഷട്ടിലിനെ നയിച്ചത് ആരാണ്? കൊളംബിയ എന്ന സ്പേസ് ഷട്ടിൽ നയിച്ചത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം റിക്ക് ഹസ്ബൻഡ്. ഇത് എവിടെയാണ് തകർന്നു വീണത്? അമേരിക്കയിലെ ഒരു ടെക്സാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് തകർന്നു വീണത്. ടെക്സാസ് അമേരിക്കയിലെ ടെക്സാസിലാണ് ഇത് തകർന്നു വീണത്. ഈ കൽപ്പന ചൗളയുടെ പേര്
ഉള്ള ഒരു ഉപഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് കൽപ്പന-1. കൽപ്പന-1 ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേരാണ് കൽപ്പന-1. ശ്രദ്ധിച്ച് കേൾക്കണം. കൽപ്പന ചൗളയുടെ പേര് ഉള്ള ചൗള ഹില്ല് എവിടെയാണുള്ളത്? ചൗള ഹില്ല് ഉള്ള സ്ഥലമാണ് മാർസ്, ചൊവ്വയിലാണ് കൽപ്പന ചൗളയുടെ പേരുള്ള ഈ ചൗള ഹില്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ചൗള ഹില്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇന്ത്യൻ അല്ലെങ്കിൽ ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള. കൽപ്പന ചൗള ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ജന്മനാടാണ് എന്ന് പ്രഖ്യാപിച്ച വനിത കൊളംബിയ എന്ന സ്പേസ് ഷട്ടിൽ തകർന്ന് മരണമടയുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു സ്പേസ് ഷട്ടിലിനെ നയിച്ച ആളുടെ പേരാണ് റിക്ക് ഹസ്ബൻഡ്. ഇത് തകർന്നു വീണത് അമേരിക്കയിലെ ടെക്സാസിലാണ്. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹത്തിന്റെ പേര് കൽപ്പന-1. കൽപ്പന എന്ന പേര്, കൽപ്പന ചൗളയുടെ പേരിനെ സ്മരിക്കുന്ന ചൗള ഹില്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്, ഗ്രഹം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് ചൊവ്വയിലാണ്. ക്ലിയർ അല്ലേ? പക്കയല്ലേ? നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് പോകാം. സുനിത വില്യംസിലേക്ക് പോകാം. അടുത്ത നമുക്ക് കേൾക്കേണ്ടത് ആരെക്കുറിച്ചാണ്? സുനിത വില്യംസിനെ കുറിച്ചാണ്. ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജ. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന രണ്ടാമത്തെ വനിത. ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന രണ്ടാമത്തെ വനിത. അമേരിക്കൻ ഇന്റർനാഷണൽ ബഹിരാകാശ നിലയത്തിലേക്കുള്ള വാണിജ്യ അടിസ്ഥാനത്തിലുള്ള, അതാണ് ഇമ്പോർട്ടൻ്റ്, വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷണം കിട്ടിയ വ്യക്തിയാണ്. അമേരിക്കയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രഥമ ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ബോയിങ് സ്റ്റാർലൈൻ എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ട്. അതിൻ്റെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ. ബോയിങ് സ്റ്റാർലൈൻ മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ക്രൂഡും അതുപോലെ തന്നെ അൺക്രൂഡുമായിട്ടുള്ള ഫ്ലൈറ്റുകളാണ്. ഇൻ്റർനാഷണൽ സ്പേസിലേക്ക് പോകുന്ന ആളുള്ളതും ആളില്ലാത്തതുമായിട്ടുള്ള എന്താണ് ഈ ക്രൂസിനെയാണ്, അല്ല ഈ സീരീസ് ഓഫ് ക്രൂഡ് ആൻഡ് അൺക്രൂഡ് ഫ്ലൈറ്റുകളെയാണ് നമ്മൾ എന്തു പറയുക, ഈ ബോയിങ് സ്റ്റാർലൈൻ മിഷൻ എന്ന് പറയുക. അതിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സുനിത വില്യംസ്. അപ്പോൾ സുനിത വില്യംസ് ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജ. 1. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന രണ്ടാമത്തെ വനിത. 3. അമേരിക്ക അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രഥമ ബഹിരാകാശ യാത്രയ്ക്ക് ക്ഷണിക്കപ്പെടുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യൻ വംശജ. ബോയിങ് സ്റ്റാർലൈൻ മിഷൻ അതെന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായ ഇന്ത്യൻ വംശജ. ഇതെല്ലാമാണ് സുനിത വില്യംസ്. ഇനി ബോയിങ് സ്റ്റാർലൈൻ മിഷൻ അല്ലെങ്കിൽ ബോയിങ് സ്റ്റാർലൈൻ എന്ന് പറഞ്ഞാൽ ക്രൂഡ് ആൻഡ് അൺക്രൂഡ് ഫ്ലൈറ്റുകളാണ്. എവിടേക്കാണ്? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ക്രൂഡ്, ആളുള്ളതും ആളില്ലാത്തതുമായിട്ടുള്ള ഫ്ലൈറ്റുകൾ ആണ്. എന്നാൽ ബോയിങ് സ്റ്റാർലൈനർ വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ 2024 ജൂൺ 5-ാം തീയതി. ബോയിങ് സ്റ്റാർ ലൈനർ വിക്ഷേപിച്ചത് 2024 ജൂൺ 5-ാം തീയതിയാണ് ബോയിങ് സ്റ്റാർ ലൈനർ വിക്ഷേപിച്ചത്. ഓക്കെ, ബോയിങ് സ്റ്റാർ ലൈനർ മിഷനിൽ സുനിത വില്യംസിന്റെ സഹയാത്രികൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ബാരി ഇ വിൽമോർ. വിൽമോർ ആണ് സഹയാത്രികൻ. വിൽമോർ ആണ് സഹയാത്രികൻ. ഇനി ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ്? കാർസൻ കിച്ചൻ ആണ് ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. ജെഫ് ബെസോസ് സ്ഥാപിച്ച ബ്ലൂ ഒറിജിൻ എന്ന ബഹിരാകാശ പേടകത്തിൽ 6 യാത്രക്കാരിൽ ഒരാളാണ് കാർസൻ കിച്ചൻ എന്ന് പറയുന്ന ഈ പിക്ചറിൽ കാണുന്ന ലേഡിയാണ്. ബോയിങ് സ്റ്റാർ ലൈനർ വിക്ഷേപിച്ചത് 2024 ജൂൺ 5-ാം തീയതിയാണ്. ഇതിൽ സുനിത വില്യംസിന്റെ സഹയാത്രികന്റെ പേരാണ് വിൽമോർ. എന്നാൽ ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരെന്ന് ചോദിച്ചാൽ കാർസൻ കിച്ചൻ ആണ്. ഇത് ജെഫ് ബെസോസിന്റെ
ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന ബഹിരാകാശ പേടകത്തിൽ 6 യാത്രക്കാരിൽ ഒരാളാണ് ഈ പറയുന്ന കാർസൻ കിച്ചൻ എന്ന് പറയുന്ന വ്യക്തി. ഇനി ബഹിരാകാശത്ത് ആദ്യത്തെ സ്വകാര്യ നടത്തം ഓക്കെ, അപ്പോൾ ബഹിരാകാശത്ത് ആദ്യത്തെ സ്വകാര്യ നടത്തം പൂർത്തിയാക്കിയത് ആരാണ്? ഒന്ന് ജെറേഡ് ഐസക് മാൻ, 2 സാറാ ഗില്ലിസും അതുപോലെ തന്നെ ജാരഡ് ഐസക് മാനും, ഇവർ രണ്ടുപേരുമാണ്. അവരുടെ രണ്ടുപേരുടെയും പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബഹിരാകാശത്ത് ആദ്യത്തെ സ്വകാര്യ നടത്തം പൂർത്തിയാക്കിയ 2 പേര്, ഒന്ന് ജാരഡ് ഐസക് മാനും രണ്ടാമത്തത് സാറാ ഗില്ലീസും ആണ്. ഇവരെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് സ്കോട്ട് പൊട്ടീറ്റും അന്ന മേനോനുമാണ് സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. 2024 സെപ്റ്റംബർ 10 പോളാരിസ് ഡോൺ വിക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബഹിരാകാശത്ത് ആദ്യത്തെ സ്വകാര്യ നടത്തം പൂർത്തിയാക്കിയത് ജാരഡ് ഐസക് മാനും അതുപോലെ തന്നെ സാറാ ഗില്ലിസും ആണ്. ഇനി നമുക്ക് കേൾക്കേണ്ടത് രാകേഷ് ശർമ്മ. 1984 ഏപ്രിൽ 3 എവിടെ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തുന്നത്. അതായത് ലോകത്തിലെ തന്നെ 138ാമത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ്, ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഭാരതീയൻ 1984. എന്നാൽ ബഹിരാകാശത്തേക്ക് പോകുന്ന ലോകത്തിലെ 138ാമത്തെ വ്യക്തിയാണ്, ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ്. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം 1984 ഏപ്രിൽ 3. ഇനി ഈ രാകേഷ് ശർമ്മയുടെ യാത്രയുമായി സഹകരിച്ച രാജ്യം സോവിയറ്റ് യൂണിയനാണ്. ഇന്റർ കോസ്മോസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അപ്പോൾ രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്രയുമായി സഹകരിച്ച രാജ്യം സോവിയറ്റ് യൂണിയനാണ്. ഇന്റർ കോസ്മോസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് രാകേഷ് ശർമ്മ അവിടെ എത്തുന്നത്. 1984 ഏപ്രിൽ 3 അദ്ദേഹം ബഹിരാകാശത്തേക്ക് എത്തിയ വർഷം. എന്നാൽ ബഹിരാകാശത്തെത്തുന്ന ലോകത്തിലെ 138ാമത്തെ വ്യക്തി, ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഭാരതീയൻ. ഈ ബഹിരാകാശത്ത് രാകേഷ് ശർമ്മയെ എത്തിച്ച പേടകമാണ് സോയൂസ് T11. അപ്പോൾ സോയൂസ് T11 എന്ന് പറയുന്ന പേടകമാണ്. രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയ പേടകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. അത് സോയൂസ് T11. അവിടെ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് ചെലവഴിച്ച നിലയം ഏതാണ്? സല്യൂട്ട് 7. എന്താണ്? സല്യൂട്ട് 7. അപ്പോൾ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് ചെലവഴിച്ച നിലയം ഏതാണെന്ന് ചോദിച്ചാൽ സല്യൂട്ട് 7. അവിടേക്ക് പോയ പേടകം ഏതാണെന്ന് ചോദിച്ചാൽ സോയൂസ് T11. അപ്പോൾ ബഹിരാകാശത്ത് എത്തുന്ന ആദ്യത്തെ ഭാരതീയൻ രാകേഷ് ശർമ്മ 1984 അദ്ദേഹം പോകുന്നത്. ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം പോയ പേടകം ഏതാണ്? സോയൂസ് T11 ആണ്. അദ്ദേഹം അവിടെ ചിലവഴിച്ച നിലയം സല്യൂട്ട് 7 ആണ്. രാകേഷ് ശർമ്മ, സുനിത വില്യംസ്, ഇതെല്ലാം കൽപ്പന ചൗള എല്ലാം പക്കയാണ്, വളരെ വ്യക്തമാണ്. കൊളംബിയ എന്ന് പറയുന്ന ഒരു വാഹനം തകർന്ന് അന്തരിച്ചതാര്? ഈ രാകേഷ് ശർമ്മയെക്കുറിച്ചും സുനിത വില്യംസിനെ കുറിച്ചും കൽപ്പന ചൗളയെക്കുറിച്ചും ചോദിക്കാത്ത എത്ര പരീക്ഷകളുണ്ട് എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതിയാവും. ബഹിരാകാശത്ത് സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ സിനിമ പിടിക്കുന്ന ആദ്യത്തെ രാജ്യം അല്ലെങ്കിൽ നിർമ്മിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ഉത്തരം നമ്മൾ പറയണം, റഷ്യയാണ്. ബഹിരാകാശത്ത് ആദ്യത്തെ ചലച്ചിത്രം നിർമ്മിച്ച രാജ്യം റഷ്യയാണ്. സോയൂസ് MS-19 എന്ന് പറയുന്ന ഒരു പേടകത്തിലാണ് റഷ്യൻ സംഘം സിനിമ നിർമ്മിക്കാൻ വേണ്ടി പോയത്. സോയൂസ് MS-19 എന്ന് പറയുന്ന ഒരു പേടകത്തിലാണ് അവരെങ്ങോട്ടേക്ക് പോയത്? അവർ ബഹിരാകാശത്തേക്ക് പോയത്. ഏത് സിനിമ നിർമ്മിക്കാനാണ്? ദ ചലഞ്ച് എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കാനാണ് സോയൂസ് MS-19 എന്ന് പറയുന്ന ഒരു പേടകത്തിൽ അവർ അങ്ങോട്ടേക്ക് പോയത്. ഈ സിനിമയുടെ നായിക യൂലിയ പെറസിൽഡ്. ഈ സിനിമയുടെ സംവിധായകൻ, ഈ നായിക യൂലിയ പെറസിൽഡിനെ നമുക്ക് ഇവിടെ ചിത്രത്തിൽ കാണാം. ഈ സിനിമ നിർമ്മിക്കുന്നത് ക്ലിം ഷിപ്പെൻകോ എന്ന് പറയുന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ ക്ലിം ഷിപ്പെൻകോ എന്ന് പറയുന്ന ഇതിൻ്റെ ബഹിരാകാശ ഇതിനകത്ത് ആന്റണി
കെപ്ലറോയ് എന്ന് പറയുന്ന വ്യക്തി, ഇതാ ഇവിടെ ചിത്രത്തിൽ കാണാം, ആൻഡൻ ക്ലെപ്പറോയ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ അവരുടെ കൂടെയുള്ള ഒരു യാത്രികൻ. ഓക്കെ, ബഹിരാകാശ സഞ്ചാരി. അപ്പോൾ ബഹിരാകാശത്ത് ആദ്യത്തെ സിനിമ നിർമ്മിക്കുന്ന രാജ്യമാണ് റഷ്യ. സിനിമയുടെ പേര് ദ ചലഞ്ച് എന്നാണ്. നായികയുടെ പേര് യൂലിയ പെറസിൽഡ് എന്നാണ്. സംവിധായകൻ ക്ലിപ്പ് ഷെപ്പൻഗോ എന്നിവർക്കൊപ്പം ബഹിരാകാശ യാത്രികനും കൂടിയുണ്ട്. അയാളുടെ പേര് ആൻഡൻ കെപ്ലറോയി എന്നാണ്. ഓക്കെ. അടുത്ത നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത വളരെ പ്രധാനപ്പെട്ടതും PSC നിരന്തരമായി റെഗുലറായി ചോദിക്കുന്നതും ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്നല്ല PSC നടത്തുന്ന പരീക്ഷകളിലെല്ലാം തന്നെ ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു 3-4 ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ഓക്കെ, ബഹിരാകാശ യാത്ര നടത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഉത്തരം പറയണം. ഒലിവർ ഡീമൻ. ഇപ്പോൾ ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഒലിവർ ഡീമൻ, 18 വയസ്സ്. എന്നാൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഇതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ പേര് എഡ് ഡ്വിക്റ്റ് എന്നാണ്, 90 വയസ്സ്. അദ്ദേഹത്തിൻ്റെ ചിത്രം ഇവിടെ കാണാം. ഇദ്ദേഹമാണ്. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരി ആരാണ്? ഉത്തരം പറയണം. ഉത്തരം സുൽത്താൻ അൽ നെയ്തി. ഇവിടെ ചിത്രത്തിലില്ല അദ്ദേഹത്തിൻ്റെ പടം. അപ്പോൾ ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരി ആരെന്ന് ചോദിച്ചാൽ സുൽത്താൻ അൽ നെയ്തിയാണ്. എന്നാൽ സൗദി അറേബ്യയിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? നമ്മുടെ ഭാരതത്തിൽ രാകേഷ് ശർമ്മ എന്ന് പറഞ്ഞതുപോലെ സൗദി അറേബ്യയിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? അവർ നമുക്ക് ചിത്രത്തിൽ കാണാം. റയ്യാന ബെർനാവി സൗദി അറേബ്യയിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ്. ഇതാരാണ്? ഇലോൺ റമോൺ ആണ്. ബഹിരാകാശത്ത് യാത്ര നടത്തുന്ന ആദ്യത്തെ ഇസ്രായേൽ വംശജനാണ്. അപ്പോൾ ബഹിരാകാശത്തേക്ക് യാത്ര നടത്തുന്ന ആദ്യത്തെ ഇസ്രായേൽ വംശജനാണ് ഇലോൺ റമോൺ. അപ്പോൾ ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഒലിവർ ഡീമൻ. അപ്പോൾ എത്ര വയസ്സാണ്? 18 വയസ്സ്. പ്രായം കൂടിയത് ആരാണ്? എഡ് ഡ്വിക്റ്റ് എന്ന് പറയുന്നത് 90 വയസ്സ്. അറബ് സഞ്ചാരി ആരാണ്? സുൽത്താൻ അൽ നെയ്തിയാണ്. എന്നാൽ സൗദി അറേബ്യയിലെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? റയ്യാന ബെർനാവിയാണ്. എന്നാൽ ഇസ്രായേൽ വംശജൻ ആരാണ്? ഇലോൺ റമോൺ ആണ്. ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിരിഷ ബാംദല അറിഞ്ഞുകൂടാ എന്ന് പറയരുത്. നമ്മുടെ കൽപ്പന ചൗളയ്ക്കും സുനിത വില്യംസിനും ഒക്കെ ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന ഇന്ത്യൻ അമേരിക്കൻ വംശജ. ശ്രദ്ധിക്കണം. കൽപ്പന ചൗളയ്ക്കും അതേപോലെ സുനിത വില്യംസിനും ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന ഇന്ത്യൻ അമേരിക്കൻ വംശജയുടെ പേരാണ് സിരിഷ ബാംദല. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് ജനിക്കുന്നത്. സിരിഷയുടെ ജനനം ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ്. ഇന്ത്യയിൽ ജനിച്ച ബഹിരാകാശത്തേക്കുള്ള രണ്ടാമത്തെ വനിതയാണ് സിരിഷ. അപ്പോൾ ഇന്ത്യയിൽ ജനിച്ചു, ബഹിരാകാശത്ത് പോകുന്നു. അമേരിക്കൻ വംശജ എന്നുള്ള ഇതും കൂടെ ഉണ്ട്, ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ജനിച്ച ബഹിരാകാശത്തേക്ക് എത്തുന്ന രണ്ടാമത്തെ വനിതയാണ് സിരിഷ ബാംദല. ബ്രിട്ടീഷ് ശതകോടീശ്വരനായ റിച്ചാർഡ് ബ്രാൻസണിനൊപ്പം വിർജിൻ ഗാലക്റ്റിലെ സ്പേസ് ഷിപ്പ് യൂണിറ്റി 22 അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിൽ നിന്നാണ് ഇവരെന്ത് ചെയ്യുന്നത്? ബഹിരാകാശ യാത്ര നടത്തിയത്. സിരിഷ ബാംദല എന്നാണ്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജനിക്കുന്നത്. ഇന്ത്യയിൽ ജനിച്ചിട്ട് ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ വനിത എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അമേരിക്ക സിറ്റിസൺഷിപ്പ് കൂടെ. അപ്പോൾ അമേരിക്കയിൽ നിന്നാണ്, ഇന്ത്യൻ അമേരിക്കൻ വംശജ എന്നാണ് പഠിക്കേണ്ടത്. സുനിത വില്യംസിനും ശേഷം, അതായത് കൽപ്പന ചൗളയ്ക്കും സുനിത വില്യംസിനും ശേഷം ബഹിരാകാശത്തേക്ക് എത്തുന്ന ഇന്ത്യൻ അമേരിക്കൻ വംശജ എന്നാണ് കേട്ടോ. ഉത്തരം സിരിഷ ബാംദല എന്നാണ്. സിരിഷ ബാംദല എന്നാണ്. ഇത് രാജാചാരിയെക്കുറിച്ചാണ് കേൾക്കേണ്ടത്. രാജാചാരി പല PSC പരീക്ഷകളിലും കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു പേരാണ്, ഒരു ഉത്തരമാണ്. അപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. ഈ പേരെന്താണ്? ഈ പേരിനെ വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. 1-2 പോയിന്റുകളാണ് നമുക്ക് ഇതിനകത്ത് ഓർത്ത് വയ്ക്കാനുള്ള പോയിന്റ്. നമുക്ക് എന്തൊക്കെ പോയിന്റുകളാണെന്ന് നോക്കാം. രാജാചാരി,
അതായത് നാസ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ബഹിരാകാശ ദൗത്യങ്ങളൊക്കെ ചെയ്യുന്ന സംഘടനയാണ് നാസ. ഈ നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിൻ്റെ ജോയിൻറ്റ് ടെസ്റ്റ് ടീമിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച വ്യക്തി എന്ന നിലയിലാണ് രാജാചാരി നമ്മൾ ആദ്യമായി പഠിക്കേണ്ടത്. അപ്പോൾ നാസയുടെ അത്രയും പ്രശസ്തമായ ഒരു ഗവേഷണ സംഘത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിൻ്റെ ജോയിൻറ്റ് ടീമിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് രാജാചാരി. അതായത് 2021 നവംബർ 10 വിക്ഷേപിക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള നാസ സ്പേസ് എക്സ് ക്രൂ 3 ആ ദൗത്യത്തിൻ്റെ കമാൻഡറായിരുന്നു ഇദ്ദേഹം. ഏതിൻ്റെയാ? നാസ സ്പേസ് എക്സ് ക്രൂ 3 എന്ന് പറയുന്ന ദൗത്യത്തിൻ്റെ കമാൻഡറായിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 177 ദിവസം ഭ്രമണപഥത്തിൽ അദ്ദേഹം ഫ്ലൈറ്റ് എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ചു. ചെറിയ ആളൊന്നുമല്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത്രയും സമ്മാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഡിഫൻസ് മെറിറ്റോയ്സ് സർവീസ് മെഡൽ, അതുപോലെ തന്നെ മെറിറ്റോയ്സ് സർവീസ് മെഡൽ, ഏരിയൽ അച്ചീവ്മെൻറ്റ് മെഡൽ, എയർഫോഴ്സ് കമൻഡേഷൻ മെഡൽ, എയർഫോഴ്സ് അച്ചീവ്മെൻറ്റ് മെഡൽ, ഇറാഖ് ക്യാമ്പയിൻ മെഡൽ, കൊറിയൻ ഡിഫൻസ് സർവീസ് മെഡൽ, ന്യൂക്ലിയർ ഡിറ്റൻസ് ഓപ്പറേഷൻ സർവീസ് മെഡൽ, ഇങ്ങനെ കുറേ മെഡലുകൾ കിട്ടിയ ആളാണ് രാജാചാരി. മറന്നുപോകരുത്, നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിൻ്റെ ജോയിൻറ്റ് ടെസ്റ്റ് ടീമിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച ആളാണ് ഇദ്ദേഹം. അതേപോലെ 2021 നവംബർ 10 വിക്ഷേപിക്കുന്ന ISSലേക്ക് വിക്ഷേപിച്ച ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് വിക്ഷേപിച്ച സ്പേസ് ക്രൂ 3 എന്ന് പറയുന്ന ദൗത്യത്തിൻ്റെ കമാൻഡറായിരുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ 2024 നാസയുടെ ചന്ദ്രദൗത്യമാണ് ആർട്ടിമിസ് എന്ന് പറയുന്ന മിഷൻ. അതിൻ്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാണ് രാജാചാരി. അമേരിക്കൻ ബഹിരാകാശ യാത്രികനാണ് രാജാചാരി. ഇങ്ങനെ ഇത് കറണ്ട് അഫെയറിൽ നിന്നും നിർബന്ധമായി പരീക്ഷയ്ക്ക് ചോദിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു പ്രധാനപ്പെട്ട ഒരു 3-4 പോയിന്റുകളാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2022 അതായത് പ്രപഞ്ചത്തിലെ ആദ്യ നക്ഷത്രങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും സൂചന നൽകിയ ഇന്ത്യൻ റേഡിയോ ടെലസ്കോപ്പ് അത് ഏതാണെന്ന് ചോദിച്ചാൽ സരസ് 3 ആണ് എന്ന് പറയുന്നത് ഒരു മുട്ടായി പോയിന്റ് ആണ്. പഠിച്ചോണം. സരസ് 3 എന്താണെന്ന് ചോദിച്ചാൽ 2022 ശ്രദ്ധിച്ച് കേൾക്കണേ, 2022 പ്രപഞ്ചത്തിലെ ആദ്യ നക്ഷത്രങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും ഒക്കെ സൂചന നൽകിയ ഇന്ത്യൻ റേഡിയോ ടെലസ്കോപ്പിൻ്റെ പേരാണ് സരസ് 3. ഇന്ത്യയിൽ സ്വകാര്യമായി പ്രൈവറ്റായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ആദ്യത്തെ റോക്കറ്റിൻ്റെ പേരാണ് വിക്രം എസ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് റോക്കറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളൊരു പെർമിഷൻ ഇല്ല. അപ്പം സ്വകാര്യ മേഖലയിൽ ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റിൻ്റെ പേരാണ് വിക്രം എസ്. റൂട്ട് എയറോസ്പേസ് എന്ന് പറയുന്ന ഹൈദരാബാദിലൊരു കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. അതിൻ്റെ പേരാണ് വിക്രം എസ്. അപ്പോൾ സരസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2022 പ്രപഞ്ചത്തിലെ ആദ്യ നക്ഷത്രങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും വ്യക്തമായ സൂചന നൽകിയ റേഡിയോ ടെലസ്കോപ്പിൻ്റെ പേരാണ് സരസ് 3. വിക്രം എസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആദ്യത്തെ റോക്കറ്റിൻ്റെ പേരാണ് വിക്രം എസ്. റൂട്ട് എയറോസ്പേസ് ഹൈദരാബാദാണ് നിർമ്മിച്ചത്. ഇനി സൂര്യനെ പുതിയ രീതിയിൽ വീക്ഷിക്കുന്നതിനും നമ്മുടെ ISRO സൂര്യൻ്റെ മണ്ഡലങ്ങളെക്കുറിച്ച് പഠിക്കാൻ, പ്രഭാമണ്ഡലത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ആദിത്യ എന്ന് പറയുന്നൊരു സംഭവം വിക്ഷേപിച്ചു. അതുപോലെ സൂര്യനെ പുതിയ രീതിയിൽ വീക്ഷിക്കുന്നതിനും നമ്മുടെ സൗരയൂഥത്തിലെ നക്ഷത്രത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനുമായി ചൈന 2022 വിക്ഷേപിച്ച ഒരു ഉപഗ്രഹത്തിൻ്റെ പേരാണ് കുവാഫു എന്ന്. കുവാഫു KUAFU കുവാഫു 1. എന്താണ് കുവാഫു 1 എന്ന് ചോദിച്ചാൽ സൂര്യനെ പുതിയ രീതിയിൽ വീക്ഷിക്കുന്നതിനും നമ്മുടെ സൗരയൂഥത്തിലെ നക്ഷത്രങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനുമായിട്ട് ചൈന 2022 വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേരാണ് കുവാഫു 1. ഇനി 2022 ചൈന സ്വന്തം അവരുടെ തന്നെ രാജ്യത്തിൻ്റെ ബഹിരാകാശ നിലയത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് അയച്ച ഒന്നാണ് മെങ് ടിയാൻ.
അതായത് എന്തിനാണ് ചൈന ഇത് അയച്ചത്? അവരുടെ തന്നെ ബഹിരാകാശ നിലയത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് അയച്ച ഒരു ലാബ് മൊഡ്യൂളിന്റെ പേരാണ് മെങ്ടിയാണെന്ന്. ഈ സ്ലൈഡിലുള്ള 4 പോയിന്റുകളും പഠിക്കാതെ പോവല്ലേടാ. ഒന്നാമത്തത് സരസ് 3 ആണ്. അതായത് 2022 പ്രപഞ്ചത്തിലെ ആദ്യത്തെ നക്ഷത്രങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും വ്യക്തമായ സൂചന നൽകിയ റേഡിയോ ടെലസ്കോപ്പിന്റെ പേരാണ് സരസ് 3. എന്നാൽ സ്വകാര്യമായി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആദ്യത്തെ റോക്കറ്റിന്റെ പേരാണ് വിക്രം എസ്. സൂര്യനെ പുതിയ രീതിയിൽ വീക്ഷിക്കാനും സൗരയൂഥത്തിലെ നക്ഷത്രങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനുമായിട്ടുള്ള ചൈനയുടെ ഒരു ഉപഗ്രഹത്തിന്റെ പേരാണ് കുവാഫു 1. 2022 ചൈന സ്വന്തം രാജ്യത്തിന്റെ ബഹിരാകാശ നിലയത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് അയച്ച ഒരു ലാബ് മൊഡ്യൂളിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം മെങ്ടിയാൻ എന്നാണ്. മെങ്ടിയാൻ മറന്നു പോകരുത്. ഓക്കെ, ഇനി ഷിയാൻ 14, ഷിയാൻ 15 എന്ന് പറയുന്ന പരീക്ഷണാത്മകമായിട്ടുള്ള ഉപഗ്രഹങ്ങൾ 2022 വിക്ഷേപിക്കുന്ന ചൈന അത് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഈ ലോകം, ചൈനയ്ക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി, അതായത് ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് ചൈനയായി മാറണം. അതിന് വേണ്ടിയിട്ടെന്നല്ല, ചൈന അതിനുള്ള പരിശ്രമങ്ങൾ പല സ്ഥലങ്ങളിലും നടത്തുന്നുണ്ട്, സൈനികമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും. പക്ഷേ ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചൈനയെ തോൽപ്പിക്കാൻ വലിയ പാടാണ്. ചൈന ഒരു സമ്മാനം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ആ സമ്മാനം? നമുക്ക് എല്ലാവർക്കും അറിയാം. ഷിയാൻ 14, ഷിയാൻ 15 പരീക്ഷണാത്മകമായ ഉപഗ്രഹങ്ങൾ 2022 വിക്ഷേപിച്ചത് ചൈനയാണ്. 2022 ഡിസംബറിൽ ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ മൂൺ ലാൻഡർ, മൂൺ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ലാൻഡ് ചെയ്യാനുള്ളത്. ഈ ലാൻഡർ എന്ന വാക്ക് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. മൂൺ ലാൻഡർ 2022 ഡിസംബറിൽ ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ മൂൺ ലാൻഡർ വിക്ഷേപിച്ച ജപ്പാന്റെ സ്റ്റാർട്ടപ്പാണ് ഐസ്പേസ്. അപ്പോൾ 2022 ഡിസംബറിൽ ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ മൂൺ ലാൻഡർ വിക്ഷേപിച്ച ജപ്പാന്റെ സ്റ്റാർട്ടപ്പിന്റെ പേരാണ് ഐസ്പേസ്. 2022 ഡിസംബറിൽ എമിറേറ്റ്സ് ലൂണാർ മിഷന്റെ ഭാഗമായി വിക്ഷേപിച്ച UAEയുടെ ആദ്യത്തെ മൂൺ റോവറിന്റെ പേരാണ് റാഷിദ് റോവർ. 2022 ഡിസംബറിൽ എമിറേറ്റ്സ് ലൂണാർ മിഷന്റെ ഭാഗമായി വിക്ഷേപിച്ച UAEയുടെ ആദ്യത്തെ മൂൺ റോവറിന്റെ പേരാണ് റാഷിദ് റോവർ. നമ്മൾ ഈ സ്ലൈഡിൽ ബഹിരാകാശത്തേക്ക് എത്തിയ വനിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വേറിട്ടതുമായ കുറച്ച് വിവരങ്ങളാണ് പഠിക്കുന്നത്. ശ്രദ്ധിക്കണം, ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ പാകിസ്ഥാൻ സഞ്ചാരി ആരാണ്? വനിതകളാണ്. നമുക്ക് ഈ ചിത്രത്തിൽ കാണാം, അവരുടെ പേരാണ് നാമിറ സലീമാണ് ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ പാകിസ്ഥാൻ സഞ്ചാരി. അമേരിക്കയുടെ മാർസ് പ്രോഗ്രാം, ചൊവ്വ പര്യവേഷണ ദൗത്യമായ പെർസിവിയറൻസിൽ അംഗമാകുന്ന ഇന്ത്യൻ അമേരിക്കൻ വനിതയുടെ പേരാണ് സ്വാതി മോഹൻ. പേര് കേൾക്കുമ്പോൾ അറിയാം അത് ഇന്ത്യൻ വംശജയാണ് എന്ന്. അപ്പോൾ ഇന്ത്യൻ അമേരിക്കൻ വനിതയാണ് ഡോക്ടർ സ്വാതി മോഹൻ എന്ന് പറയുന്നത് പെർസിവിയറൻസ് എന്ന് പറയുന്ന ഒരു ദൗത്യത്തിൻ്റെ, അമേരിക്കയുടെ ദൗത്യത്തിൻ്റെ, ചൊവ്വ ദൗത്യത്തിൻ്റെ ഭാഗമായി ആ ഒരു ദൗത്യത്തിൽ ഗൈഡൻസ് ആൻഡ് കൺട്രോൾസ് ഓപ്പറേഷൻസിൻ്റെ വിഭാഗത്തിൻ്റെ ചുമതല ആർക്കായിരുന്നു? ഡോക്ടർ സ്വാതി മോഹൻ ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറച്ച് മുമ്പ് ഒരാളെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. കൽപ്പന ചൗളയ്ക്കും അതേപോലെ തന്നെ സുനിത വില്യംസിന് ശേഷം ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ അമേരിക്കൻ വംശജയായ വനിത ആരാണ്? നമ്മൾ പറഞ്ഞു സിരിഷ ബാന്ദില എന്ന്. അപ്പോൾ സിരിഷ ബാന്ദില പേര് പഠിക്കണം. സുനിത വില്യംസിനോടൊപ്പവും കൽപ്പന ചൗളയോടൊപ്പവും പഠിക്കേണ്ട ഒരു പേരാണ് ഈ പേര്. മൂന്നാമത് വരുന്ന വനിതയാണ്. അപ്പോൾ അതും കൂടെ പഠിക്കണം. ഒരു യാത്രയിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിത ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് ക്രിസ്റ്റീന കോച്ചാണ്. 328 ദിവസം. 328 ദിവസം ഒരു യാത്രയിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ക്രിസ്റ്റീന കോച്ച് ആണ്. ക്രിസ്റ്റീന കോച്ച് ഈ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നത് പെക്ഷി വിറ്റ്സൺ ആണ്. അതിന് മറികടന്നുകൊണ്ടാണ് ക്രിസ്റ്റീന കോച്ച് 328 ദിവസം അവിടെ ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത്. അപ്പോൾ ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ പാകിസ്ഥാൻ സഞ്ചാരി ആരാണ്? ഉത്തരം നാമിറ സലീം ആണ്. എന്നാൽ അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന, അതായത് പെർസിവിയറൻസസിൽ, അതാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്, അതിൽ അംഗമാകുന്ന ഇന്ത്യൻ അമേരിക്കൻ വംശജയുടെ പേരാണ്, വനിതയുടെ പേരാണ് ഡോക്ടർ സ്വാതി മോഹൻ എന്ന്. അതിനകത്ത് ആ ഒരു മിഷനകത്ത് ഗൈഡൻസ് ആൻഡ് കൺട്രോൾ ഓപ്പറേഷൻസിൻ്റെ ചുമതല സ്വാതി മോഹനായിരുന്നു. കൽപ്പന ചൗളയ്ക്കും അതേപോലെ സുനിത വില്യംസിനും ശേഷം
ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ അമേരിക്കൻ വംശജയുടെ പേരാണ് സിരിഷ ബാന്ദില എന്ന്. ഒറ്റ യാത്രയിൽ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ചത് ക്രിസ്റ്റീന കോച്ചാണ്. 328 ദിവസങ്ങളിലാണ് അവിടെ കഴിഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോളോ ദൗത്യങ്ങളെ കുറിച്ചാണ്. അതായത് അമേരിക്കയുടെ ചന്ദ്രനെ കുറിച്ചുള്ള ചാന്ദ്ര പര്യവേഷണ പരിപാടിക്ക് പറയുന്ന പേരാണ് ഈ അപ്പോളോ ദൗത്യങ്ങൾ എന്ന്. എന്താണ് അപ്പോളോ ദൗത്യം എന്ന് ചോദിച്ചാൽ പറയണം, അമേരിക്കയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങളെയാണ് നമ്മൾ അപ്പോളോ ദൗത്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി 961, 65 കാലയളവിൽ അമേരിക്ക വിക്ഷേപിച്ച വാഹനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഞ്ചറുകൾ എന്ന്. എന്താണ് ഈ അപ്പോളോ പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, അമേരിക്കയുടെ ചന്ദ്രന്റെ പര്യവേഷണവുമായി ചന്ദ്രനിലേക്കുള്ള യാത്രകളെയാണ് നമ്മൾ അപ്പോളോ പ്രോഗ്രാം എന്ന് പറയുന്നത്. അമേരിക്കയുടെ ചാന്ദ്ര പര്യവേഷണ പരിപാടിക്ക് പറയുന്ന പേരാണ് അപ്പോളോ ദൗത്യങ്ങൾ. ചന്ദ്രനെ കുറിച്ച് പഠിക്കാനായി 1961, 65 കാലയളവുകളിൽ അമേരിക്ക വിക്ഷേപിച്ച വാഹനങ്ങളെയാണ് റേഞ്ചറുകൾ എന്ന് പറയുന്നത്. ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ആദ്യത്തെ അമേരിക്കൻ പേടകത്തിന്റെ പേരാണ് റേഞ്ചർ 4. റേഞ്ചർ എന്താണ്? ചന്ദ്രനെ കുറിച്ച് പഠിക്കാനുള്ള 61 മുതൽ 65 കാലയളവിലുള്ള അമേരിക്ക വിക്ഷേപിച്ച വാഹനങ്ങളെയാണ് റേഞ്ചർ എന്ന് പറയുക. റേഞ്ചർ 4 എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ആദ്യത്തെ അമേരിക്കൻ പേടകമാണ് റേഞ്ചർ 4. മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനിലേക്ക് വലം വെച്ച പേടകമാണ് അപ്പോളോ 8. അപ്പോളോ 8 ആണ് മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനിലേക്ക് പോയത്. അപ്പോളോ 8. ഓക്കെ, മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച പേടകത്തിന്റെ പേരാണ് അപ്പോളോ 8. അപ്പോൾ അപ്പോളോ ദൗത്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി ചന്ദ്രനെ വലയം വെച്ചതാണ്. എന്നാൽ ചന്ദ്രനിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ട് എത്തിയ ആദ്യത്തെ പേടകം അപ്പോളോ 11 ആണ്. അപ്പോളോ 11 1969 ജൂലൈ 20 ഓക്കെ, അപ്പോൾ 2019 ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയതിൻ്റെ 50ാമത്തെ വാർഷികം ആഘോഷിച്ചു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ 2019 1969 ജൂലൈ 20 ചന്ദ്രനെ വഹിച്ചുകൊണ്ട് ആദ്യത്തെ പേടകം എത്തുന്നത് അപ്പോളോ 11. ഈ അപ്പോളോ 11 കൊച്ചുകുട്ടികൾക്കും അറിയാം ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ വ്യക്തികൾ ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ആണ്. ഇവർ രണ്ടുപേരുമാണ് ചന്ദ്രനിൽ കാലുകുത്തുന്നത് ആദ്യമായി. അപ്പോളോ 11 ആണ് വാഹനം. 1969 ജൂലൈ 20 ഓക്കെ, ഈ ആംസ്ട്രോങ്ങും അതുപോലെ തന്നെ ആൾഡ്രിനും ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മാതൃപേടകമായ കൊളംബിയ നിയന്ത്രിച്ചിരുന്നത് ആരാണ്? മൈക്കിൾ കോളിൻസ് ആണ്. 2021 അദ്ദേഹം മരണപ്പെടുന്നു. 2021 മരിക്കുന്നു. ഓക്കെ, ഇനി അദ്ദേഹം ഈ നീൽ ആംസ്ട്രോങ്ങും അതേപോലെ തന്നെ എഡ്വിൻ ആൾഡ്രിനും എവിടെ ഇറങ്ങുന്നു? ചന്ദ്രനിൽ ഇറങ്ങുന്നു. ആ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് പ്രശാന്തതയുടെ സമുദ്രം. സീ ഓഫ് ട്രാങ്ക്വിലിറ്റി എന്ന് പറയും. പ്രശാന്തതയുടെ സമുദ്രം എന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാൽവയ്പ്, എന്നാൽ മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുതിച്ചുചാട്ടമാണിത്. ഒരു ഭയങ്കര മിഷനാണിത്. നമ്മൾ നോക്കിയപ്പോൾ ഒരു കാല് വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുതിച്ചുചാട്ടം. ഇത് നീൽ ആംസ്ട്രോങ്ങിൻ്റെ വാക്കുകളാണ്. അതായത് ചന്ദ്രനിൽ കാലുകുത്തുന്ന ആദ്യത്തെ വ്യക്തിയായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, അതിൽ നീൽ ആംസ്ട്രോങ്ങിൻ്റെ വാക്കുകളാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാൽവയ്പ്, എന്നാൽ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കരമായ കുതിച്ചുചാട്ടം എന്നാണ് നീൽ ആംസ്ട്രോങ് പറഞ്ഞത്. ചന്ദ്രനിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ട് എത്തുന്ന ആദ്യത്തെ പേടകമാണ് അപ്പോളോ 11. അപ്പോളോ പ്രോഗ്രാം എന്താണ്? നമ്മൾ പറഞ്ഞു, ചാന്ദ്ര ദൗത്യങ്ങളാണ് അമേരിക്കയുടെ. അപ്പോൾ 61 മുതൽ 65 വരെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ടു. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ വ്യക്തികൾ, അവർ ഇറങ്ങിയപ്പോൾ അതിൻ്റെ മാതൃപേടകമായ കൊളംബിയയെ ആരാണ് നിയന്ത്രിച്ചിരുന്നത്? മൈക്കിൾ കോളിൻസ് ആണ്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ പറയുന്ന പേരാണ് സീ ഓഫ് ട്രാങ്ക്വിലിറ്റി എന്നാണ്. ഓക്കെ, എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാൽവയ്പാണ്, എന്നാൽ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് അഭിപ്രായപ്പെട്ടത് നീൽ ആംസ്ട്രോങ് ആണ്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഓക്കെ, ചന്ദ്രനിലോട്ട് ആദ്യമായി ഒരു പേടകം വിക്ഷേപിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം സോവിയറ്റ് യൂണിയൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലൂണർ
ലൂണ 1. ചന്ദ്രനിലോട്ട് ആദ്യമായി ഒരു പേടകം വിക്ഷേപിച്ച രാജ്യം. ചന്ദ്രനിലോട്ട് ആദ്യമായി ഒരു പേടകം വിക്ഷേപിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ. അതിൻ്റെ പേര് ലൂണ 1. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ പേടകം ലൂണ 2. ഓക്കെ, അപ്പം ലൂണ 1 ചന്ദ്രനിലോട്ട് അയച്ചു, പക്ഷെ എത്തിയത് ലൂണ 2 ആണ്. സെപ്റ്റംബർ 1959 ജനുവരി 1 സോവിയറ്റ് യൂണിയൻ ലൂണ 1 അയക്കുന്നതെന്ന് മനസ്സിലാക്കാം. എന്നാൽ ലൂണ 2 ആണ് അവിടെ പോയി എത്തി അവിടെ ഇറങ്ങുന്നത്. ഏറ്റവും ഒടുവിലായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ഇദ്ദേഹമാണ് എന്ന് പറയണം. യൂജിൻ സെർനാൻ. അപ്പോളോ 17 1972 ഒടുവിൽ ചന്ദ്രനിലായിട്ട് ഇറങ്ങുന്ന വ്യക്തിയാണ് യൂജിൻ സെർനാൻ. അപ്പോളോ 17. ഭൂമിക്ക് അഭിമുഖമായി വരാത്ത ചന്ദ്രൻ്റെ അർദ്ധഗോളം അറിയപ്പെടുന്ന പേരാണ് ഫാർ സൈഡ് ഓഫ് ദ മൂൺ. അപ്പോൾ ഭൂമിയെ ചുറ്റുന്നത് ആരാണ് അറിയാം അല്ലേ? ഭൂമിയെ ചുറ്റുന്ന ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ, നമുക്കറിയാം. ഭൂമിക്ക് അഭിമുഖമായി വരാത്ത ചന്ദ്രൻ്റെ അർദ്ധഗോളം അറിയപ്പെടുന്ന പേരാണ് ഫാർ സൈഡ് ഓഫ് ദ മൂൺ എന്നാണ് പറയുക. പേര് മറക്കരുത്, യൂജിൻ സെർനാൻ. ചന്ദ്രനിൽ ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, ഇനി ഈ ചന്ദ്രനിലേക്കുള്ള യാത്ര കഴിഞ്ഞിട്ട് ഈ നമ്മുടെ നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും എല്ലാം തിരികെ ഇറങ്ങുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ചോദിച്ചാൽ ഉത്തരം പറയണം അലൻ ഷെപ്പേർഡ് ആണ്. എന്നാൽ പ്രായം കുറഞ്ഞ വ്യക്തിയുടെ പേര് ചോദിച്ചാൽ ചാൾസ് ഡ്യൂക്ക് ആണ് എന്നും പറയണം. അപ്പം അലൻ ഷെപ്പേർഡ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് അലൻ ഷെപ്പേർഡ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ചാൾസ് ഡ്യൂക്ക്. ചാൾസ് ഡ്യൂക്കിന് 36 വയസ്സും അലൻ ഷെപ്പേർഡിന് 47 വയസ്സുമാണ്. ചന്ദ്രനിൽ ഇറങ്ങിയ പ്രായം കൂടിയതും കുറഞ്ഞതുമായ വ്യക്തികളാണ്. അപ്പോൾ ഇന്നിവിടെ ഈ ക്ലാസ് പൂർണ്ണമാവുകയാണ്. നിങ്ങളോട് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ബാച്ചിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. കാരണം കഴിഞ്ഞ LPUP പരീക്ഷയിൽ 250 പരം റാങ്ക്കാരെ സൃഷ്ടിച്ച ഒരു സ്ഥാപനമാണ് ഹാജാസ് ക്ലാസ്സസ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചിൽ നിന്നും മിനിമം നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചിൽ ഏകദേശം ഒരു 200 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്. 50 പേരെങ്കിലും റാങ്ക് ലിസ്റ്റിൽ വരും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായി ഇത്തവണ ഈ 200-ൽ ഈ 50 പേരെങ്കിലും മിനിമം, പക്ഷെ 50 പേരിൽ കൂടുതൽ വരും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അത്രയും പേരെങ്കിലും, ആ 50 പേരിൽ ഒരാളാകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എൻ്റെ സ്റ്റഡി പ്ലാനും എൻ്റെ ഡീപ്പായിട്ടുള്ള എൻ്റെ അധ്യാപകർ നൽകുന്ന ഏറ്റവും ഡീപ്പായിട്ടുള്ള നോട്ടുകളും PDF-ഉം ഒക്കെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഇത്തിരി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഈ ബാച്ചിന് ഇപ്പോൾ ഓഫർ ഫീ ആണ് 1999 പ്ലസ് GST 2269 ആണ്. ഇനി എല്ലാവരും അറിയാൻ നമ്മൾ പുതിയ ഒരു CPO ബാച്ച്, WCPO ഫയർമാൻ എക്സൈസ് ബാച്ച്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ബാച്ച്, ജനറൽ PSC ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഈ ഒരു ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വീണ്ടും കാണാം. വീണ്ടും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്ലാസ്സുകൾ വരും. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. വളരെ ചെറിയ ഫീസ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. മെമ്മ് കാണാൻ മറക്കരുത്. അപ്പോൾ ബൈ.